ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3 മണിയായപ്പോൾ എന്ത് വെയിലാണല്ലോ. എനിക്ക് പറ്റിയത് വിൻഡോ സീറ്റും. ഞാൻ ഒരു കണക്കിന് മൂടി പോസായിരിക്കണത്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയിലേക്ക് പോയിട്ടോ. ഹൈസൂർ കുറച്ച് ദിവസമായി ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വാങ്ങിച്ച് ഞാൻ ഓട്ടോയിൽ കയറിട്ടോ. സാധാരണ ഞാൻ നടന്നാൽ പോകാറ്, പക്ഷേ ഇന്ന് വെയിലിറങ്ങി നടക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോഴത്തേക്കും വീട്ടിൽ ഉമ്മയുടെ മാമയും അമ്മായി ഉണ്ടായിരുന്നു ഗസ്റ്റുകളായിട്ട്. അവർ ഉച്ചയ്ക്ക് എന്തോ വന്നാ കേട്ടോ. ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവരും യാത്ര. ഞാൻ വന്നപ്പോൾ എൻ്റെ ഹൈസ്മോൾ ഉറങ്ങായിരുന്നു. പിന്നെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൈസ്മോക്ക് എന്താ കൊടുക്കാൻ പോണേ? ഷാനം. എന്താ ഷാനം നോക്കാം നമുക്ക്. ഓക്കെ. ഓ ഇപ്പൊ തന്നെ അറിയാവുന്നൊരു കാണിക്കണത്. എന്നാണ് പറ. ഐസു ആലോചിക്കുന്നത് എന്തായിരിക്കും? മുറിക്കാൻ പോവാട്ടെ ഞങ്ങൾ കേക്ക്. കുറെ ദിവസമായാലും ഹൈസു എന്ത് പറയണം, ഹാപ്പി ബർത്ത്ഡേ കേക്ക് വേണം, ഹാപ്പി ബർത്ത്ഡേ കേക്ക് വേണം പറയണം. അപ്പൊ ഉമ്മി ഒന്ന് വാങ്ങിച്ചേക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹൈസുവിന്റെ കൈക്ക് എന്താ പറ്റിയത്? എന്താ കൈക്ക് അത് ഉമ്മി പിടിച്ചോളാം. ഹൈസുവിന്റെ കൈക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞോടത്തെ. എന്താ ഹൈസുവിന്റെ കൈക്ക് പറ്റിയത്? പൊട്ടി. ഹൈസുവിന്റെ വികൃതികളുടെ ഭാഗമായിട്ട് ഹൈസു ജസ്റ്റ് ഒന്ന് വീണില്ല, മുന്നൂത്തി. അപ്പോൾ ആള് മുന്നൂത്തിപ്പോൾ ഈ മുട്ടാണ് ഫുൾ ബലം കൊടുത്ത് വീണത്. അപ്പോൾ ആളുടെ മുട്ടിനും ചെറിയൊരു പ്രശ്നമല്ല, ചെറിയൊരു ചതവുണ്ട്. അപ്പോൾ ഡോക്ടർ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞേക്കാം. അപ്പോൾ ആൾ ഇട്ടു. 2 വീക്സ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ? ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കട്ടെ കേട്ടോ. ഓക്കെ. അങ്ങനെയല്ല, ഇത് വെച്ചാൽ മുറിക്കണ്ടേ. ഇത് ഉമ്മ എന്നോളാം. എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കേക്കല്ല ഗൈസ്, മറ്റേ കുനാഫ അൽ ക്വാളിറ്റി മനസ്സിലാവും. എന്താണ് ക്യൂ ലബാൻ, സെയിം ലബാൻ പോലെ. കുറേ ദിവസം എനിക്ക് പറയണം കേക്ക് വേണം, കേക്ക് വേണം. നോട്ടാ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാ? ഉമ്മക്ക് മിക്കവാറും ഇഷ്ടപ്പെടൂല. അല്ല അങ്ങനെയല്ല, ഉമ്മക്ക് ഇങ്ങനത്തെ സാധനങ്ങളെ കല്ലിക്ക് തന്നെ ഇഷ്ടമില്ല. എന്നാൽ തിന്ന് നോക്ക്, ചിലപ്പോൾ ഇഷ്ടപ്പെടും. ക്വാളിറ്റിയിലല്ലേ, ടേസ്റ്റ് ഉണ്ടാവും. ഗൈസ് നിങ്ങൾ നോക്കിക്കോട്ടെ, തിന്ന് കഴിയുമ്പോൾ മുഖം പക്രിച്ചോളൂ. എന്നും എന്ത് കിട കൊടുത്താലേ മുഖം പക്രിച്ചു. അത് മുഖത്ത് എക്സ്പ്രസ് ചെയ്യാൻ ഇനി മുഖത്ത് എക്സ്പ്രസ് ചെയ്യും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. വീഡിയോ കാണാൻ ചിലപ്പോൾ എടുക്കത്തെ എക്സ്പ്രഷൻ ആയിരിക്കും ഇടണം. ഹായ് സൂപ്പർ. ശരിക്കും പറയാൻ ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ഉണ്ടാ? അല്ല കാര്യം ഉണ്ടാ? അതാ കുനാഫേരിന്നു. പക്ഷെ അധികം ഗായ്സ്. അപ്പം നമുക്കിനി ഇതേ കോസ്റ്റ്യൂമൊക്കെ മാറ്റി ഞാൻ ഓഫീസിൽ വന്ന് ഒരു പഴഞ്ചനാട്ടി ഉമ്മയുടെ നീട്ടി എടുത്തിട്ടുണ്ട്. കാരണം തുടക്കാനുണ്ട്. ഹൈസൂലിപ്പോൾ ഇത് കൈ ഇതാക്കി ശരിയാക്കി കാരണം ഉമ്മക്ക് എല്ലാ പണിയും പെട്ടപ്പെടാന്ന് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡു അല്ലേ? അപ്പോൾ തുടക്കാം. അങ്ങനെ ഷെഡപ്പെട്ട് തുടക്കാനുള്ള പരിപാടി നോക്കിട്ടോ. ഉമ്മ അവിടെ കലക്കുക. കാരണം ഗസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവളുടെ കൈയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വികൃതിയാണ്. അപ്പൊ ശരിക്കും നോക്കണമല്ലോ. അപ്പൊ ആൾ അതിന്റെ ബിസി എല്ലാം കൂടി ഫുള്ളൊന്ന് തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഷെഡപ്പെടേന്ന് തുടച്ച് പിന്നെ കുളിക്കാനുള്ള പരിപാടി നോക്കിട്ടോ. അപ്പൊ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. എന്റെ ഹൈസൂന്റെ ഹലോ ഗൈസ് പറയാം. ഹൈസൂന്റെ കൈക്ക് എന്താ പറ്റിയാന്ന് ചിലർ വിചാരിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഹൈസ് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോ കഥ പറയാൻ നിൽക്കാളും കളിച്ചോണ്ടിരുന്നപ്പോൾ സ്ലിപ്പായി. അപ്പോൾ അങ്ങനെ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ സാധനം ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ചൂടല്ലേ, അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് യൂസ്ഡ് ആയിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. അപ്പം ഞങ്ങളുടെ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാ. ഓച്ചേ കഴിഞ്ഞിട്ടില്ല ഓച്ച പറയാൻ. വിശക്കണു ഗൈസ്, ഞങ്ങൾക്ക് വിശക്കള്ളേ. അപ്പൊ ഞങ്ങൾ എന്തുണ്ടാക്കാൻ പോവാ? എന്തുണ്ടാക്കാൻ പോവാ? പോപ്കോൺ കാണിച്ചു കൊടുത്തേ. പോപ്കോൺ ഉണ്ടാക്കാം അല്ലേ ഐസു? ഐസുവിന് ഇഷ്ടമാണോ പോപ്കോൺ? യെസ്, എനിക്കും ഐസുമോക്കും ഇഷ്ടമാണ് പോപ്കോൺ. അപ്പൊ ഞങ്ങള് ഇവിടെ ഇരിപ്പുണ്ടായി. വെയിറ്റ് ലെറ്റ് മീ ഡു ദിസ്. ഗിവ് മീ. താങ്ക് യു. ഞങ്ങളുടെ പോപ്കോൺ റെഡി ആയല്ലേ ഐസു?
അങ്ങനെ ഞാനും അമ്മ ഐസൊരു പോപ്കോണൊക്കെ തിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് എടുത്തു. പിന്നെ ഇന്നാണ് അച്ചു ലാൻഡ് ചെയ്യുന്നത്, എൻ്റെ കണ്ണവൻ. അപ്പോൾ സാധാരണ ഞങ്ങൾ എയർപോർട്ടിലൊന്നും പോകാറില്ല. പുള്ളി ഒന്നുമില്ലെങ്കിൽ ഊബർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരും, അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ബ്രദറിലോട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പ്രാവശ്യം പോയി വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കയറി പോട്ടോ. വിളിച്ചിട്ടില്ല, ഞാനത് നോക്കണം എന്താണ് മെസ്സേജ് അയക്കാതെ. നെറ്റോണല്ല ഞാനതാ നോക്കണം. അതേടെ നിൽക്കണ്ട. ഇന്നാണോന്നുള്ള കുറച്ച് നേരത്തേക്ക് ഇനിയിപ്പം അച്ചു എപ്പോൾ ലീവിന് വന്നാലും ഹൈസുവിനെ കാണുമ്പോൾ ഹൈസുവിന് ഭയങ്കര നാണോടിക്കും കേട്ടോ ആളുടെ അടുത്തേക്ക് അടുക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കൂല. കണ്ടോ എൻ്റെ അടുത്ത് ബാക്കിലിരിക്കുന്നത്. പിന്നെ പതുക്കെ സംസാരിച്ചാണ് ആളുടെ ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ കാര്യങ്ങളും കഥയും ഒടിഞ്ഞതും വീണതും ഒക്കെ പറഞ്ഞ് അങ്ങനെ കഥ പറഞ്ഞിരുന്നു. ആളെപ്പോഴും അങ്ങനെ വരുമ്പോൾ ഭയങ്കര നാണായിരിക്കും മണവാട്ടീനെ പോലെ. പിന്നെ സെറ്റാവും കേട്ടോ. പിന്നെ വർത്താനവും കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റായി ഭയങ്കര കൂട്ടാവും. പിന്നെ അച്ചുവിൻ്റെ ആളായിരിക്കും പുള്ളിക്കാരി. ഇപ്പൊ ഹൈസു എങ്ങനെ വീണെന്നുള്ള കഥ അച്ചുവിനെ പറഞ്ഞു പഠിപ്പിക്കുക കേട്ടോ ആള്. അങ്ങനെ പിന്നെ ഹൈസുവിന്റെ കഥയും തള്ളൊക്കെ കേട്ട് ഞങ്ങൾ വീടെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തില്ല, കാരണം ആള് ഫ്രഷ് ആവാൻ പോയി. പിന്നെ ഫുഡ് അങ്ങനെ പരിപാടിയിലേക്ക് കടന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.